എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. നിങ്ങള് പത്രത്തില് വായിച്ചില്ലേ, അമേരിക്കയിലെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറ് കണ്ടുപിടിച്ചോന്ന്? ഞാനും വായിച്ചു. ശാസ്ത്രത്തിന്റെ ഓരോ പുരോഗതി. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കാൻ കിടക്കണ്? ഇതൊക്കെ എന്ത് കണ്ടുപിടുത്തോന്ന്? ഞമ്മളെ കണ്ടുപിടുത്തം വെച്ച് നോക്കും ഇതൊന്നും ഒരു കണ്ടുപിടുത്തല്ല. നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? അതിന് മാത്രം വലിയ എന്ത് കണ്ടുപിടുത്താ നിങ്ങൾ നടത്തിയത്? നിങ്ങക്കത് അറിയില്ലാന്ന്. പണ്ട് ഞമ്മളെ സരസമ്മേന്റെ കുളി ലൈവായിട്ട് കണ്ടത് മൂപ്പരല്ലേ. എന്നിട്ട് അപ്പൊ തന്നെ ഓളെ കെട്ടിയോൻ നമ്മളെ ഗഫൂർഖാനെ കൊങ്ങക്ക് പിടിക്കുകയും ചെയ്തു. അതാണ് ഗഫൂർക്ക നടത്തിയ കണ്ടുപിടുത്തം. കണ്ടതും പിടിച്ചതൊക്കെ പെട്ടെന്നായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. അവിടുന്ന് അതൊക്കെ നമുക്ക് നമ്മളെ ചെറിയ പ്രായത്തിൽ നമുക്ക് പറ്റിയ ഓരോ അവധങ്ങളല്ലേ. നല്ല ചെറിയ പ്രായ, 45 വയസ്സ്. അതേനെ മൂപ്പരെ പ്രായം നേരം. 45 വയസ്സെന്താണ്ടോ ചെറിയ പ്രായല്ലേ. അതുകൊട്ടെ നിങ്ങൾക്ക് ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് മറ്റേ പിന്നെ ഇതല്ല, അത് മറ്റേ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയടോ. എവിടെയോ കേട്ടിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച ആരാന്നറിയോ? ഇല്ല. അത് കണ്ടുപിടിച്ചത് നമ്മളെ വല്യാപ്പാണ്. കിട്ടിപ്പോയി. ആപ്പിള് മേലെ നിട്ടാ താഴെ വീഴൂന്ന് കണ്ടുപിടിച്ചല്ലേ. ആപ്പിള് മേലെ നിട്ടാ താഴെ വീഴുമെന്ന് ഇപ്പൊ ഇത്ര കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? അത് കുട്ടിയൊക്കെ ഒരു അറിയില്ലേ? ഇപ്പൊ പിടികിട്ടി. അത് നമ്മളെ ന്യൂട്ടൺ അല്ലേ കണ്ടുപിടിച്ചത്? അതന്നെ. അതിന്റെ പിന്നിൽ വലിയൊരു കഥ ഉണ്ട് മോനെ. എന്ത് കഥ? നമ്മൾ പാരമ്പര്യമായിട്ട് കണ്ടുപിടുത്തക്കാരല്ലേ. എന്റെ ഉപ്പൂപ്പാന്റെ ഒരാളുണ്ട്, പേര് ഇസ്ഹാക്ക്. മൂപ്പര് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ നടത്തിയ ഒരു ചെറിയ കണ്ടുപിടുത്തമാണ് ഈ ഗുരുത്വാകർഷണ ബലം. വെറുതെ വീട്ടിലടിക്കില്ലേന്ന്? അത് ന്യൂട്ടൺ കണ്ടുപിടിച്ചല്ലേന്ന്? എടാ ചെറിയോനെ, മൂപ്പർക്ക് പബ്ലിസിറ്റിയിൽ വലിയ താല്പര്യമില്ലേനി. അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് മൂപ്പർ ന്യൂട്ടന് കൊടുത്ത്. എമാതിരി വിടലാണ് അടിക്കണ എന്റെ ഗഫൂർക്ക. നിങ്ങളെ സമ്മതിച്ച്. ഓടാ സൈത്താനെ, നമ്മള് കാര്യാണ്ടോ പറയണത്? എന്റെ ഉപ്പൂപ്പ ആപ്പിള് മരത്തിൽ കയറി ഒരാപ്പിള് പറിച്ച് തയക്കിട്ടാ വീവെന്ന് നോക്കി. അത് നേരെ ചെന്ന് വീണത് പാവ ന്യൂട്ടന്റെ തലയിലും. മൂപ്പര് യുറേക്കാന്ന് പറഞ്ഞ് ഓടിയില്ലേ. അങ്ങനെ പേര് മുഴുവൻ മൂപ്പർക്കായി. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരണേ? അപ്പൊ ഐസക് ന്യൂട്ടൺ അല്ലേ? ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല? എടോ, ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുത്തത് എന്റെ ഉപ്പൂപ്പ ഇസ്ഹാക്കാണ്. അതുകൊണ്ടാണ് ന്യൂട്ടന്റെ പേര് എന്നെ ഇസ്ഹാക്ക് ന്യൂട്ടൻ ആക്കിയത്. മനസ്സിലായോ?